ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ സീസണിലെ റീ എൻട്രി ഒക്കെ വെച്ച് നോക്കിയാൽ ഈ സീസണിലെ റീ എൻട്രി എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെ റീ എൻട്രി ആയി കയറി വന്നവരിൽ പലരെയും വെളുപ്പിക്കാനും വെറുപ്പിക്കാനും അതുപോലെ പുറത്താക്കാനൊക്കെ വേണ്ടിയിട്ട് കച്ച കെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ആകുന്നത് ആദിലയാണ്. ആദില തകർന്ന് തരിപ്പണമാകുന്നുണ്ട്, കരഞ്ഞ് മെഴുകുന്നുണ്ട്. കാരണം ആദിലേക്ക് മറ്റുള്ളവരുടെ റീ എൻട്രി കാരണം ഉണ്ടായ ഒരു ചേഞ്ച് തന്നെയാണ് കേട്ടോ. ഈ അനുമോളുടെ അടുത്ത് ഒരു എന്തെന്നില്ലാത്തൊരു പകയും വിദ്വേഷമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ആദിലേക്ക്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ കയറി വന്ന ഒരാൾ പോയിട്ട് നമ്മുടെ ആദിലയുടെ അടുത്ത് പറയുന്നുണ്ട്, അനുമോളുടെ PR എന്നെ വിളിച്ചിരുന്നു, അയാൾ പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത് വഴക്കിനൊന്നും പോകരുത് ചേട്ടാ എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊക്കെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ PR കൊടുത്തിട്ട് നിന്നേനെ എന്നൊക്കെ വന്നവർ പറയുന്നുണ്ട്. ഈ അനുമോളുടെ തലയിൽ ഈ PR എന്നുള്ള കാരണം കൊണ്ട് അടിച്ചേൽപ്പിച്ചു വെക്കുവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുൻപ് PR കൊടുത്തിട്ടല്ലേടി നീ ഇവിടെയൊക്കെ നിൽക്കുന്നത് എന്ന് ആദിലെ എടുത്തിട്ട് പറഞ്ഞിരുന്നു. ഇന്നലെ അതുപോലെ നമ്മുടെ ബീൻസിയൊക്കെ കാര്യം പറഞ്ഞതാണ്. പിന്നീട് അങ്ങ് ആദിലയും നമ്മുടെ അനുമോളൊക്കെ തമ്മിലുള്ള വഴക്കൊക്കെ അവർ തമ്മിൽ പരസ്പരം പറഞ്ഞ് തീർത്തിട്ടെല്ലാം ഒരുമിച്ച് പോവുമായിരുന്നു. അതിപ്പോഴും ഈ റീ എൻട്രി വന്നതോട് കൂടിയിട്ട് ആദിലേക്ക് വീണ്ടും അനുമോളുടെ അടുത്തുള്ള ദേഷ്യം അങ്ങ് കൂടിയേ. ഇവിടെ അനുമോള് ജയിക്കാൻ പാടില്ല, അത് പലരുടെയും ഒരു വാശി പോലെയാണ്. ഇവിടെ ഈ സീസണിലെ ലാസ്റ്റ് വീക്ക് വരെ സർവൈവ് ചെയ്ത് നിന്ന 3 പെൺകുട്ടികളാണ് നമ്മുടെ ആദില, നൂറ, അനുമോള്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അതിജീവിച്ച് ഒരുമിച്ച് മുന്നോട്ട് വന്നവരാണ് ഇവരൊക്കെ. എന്നിട്ടാണ് ഇപ്പോഴും റീ എൻട്രി കയറി വന്നപ്പോഴേ അവര് പറയുന്നതും കേട്ടിട്ട് അങ്ങ് മാറിയിരുന്ന് കരയുകയും അതുപോലെ അനുമോളോട് എന്തോ ഒരു അപരാധം ചെയ്തു എന്ന മട്ടിലൊക്കെ ആദില പെരുമാറുന്നതും. ശരിക്കും ഇത്രയും സർവൈവ് ചെയ്ത പെൺകുട്ടികൾ എന്ന നിലയിൽ റീ എൻട്രികളുടെ ആ ഒരു കുത്തിത്തിരിപ്പിൽ പോകരുതായിരുന്നു ഇവർ. സത്യം പറഞ്ഞാല് ഈ റീ എൻട്രിയുടെ ഗെയിം എന്ന് പറയുന്നത് തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ഗെയിം ആയിരുന്നു കേട്ടോ. അതായത് കാര്യങ്ങൾ ഉറപ്പില്ലാത്ത ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് സ്ട്രോങ് ആയി നിൽക്കുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനെ തകർക്കുന്ന രീതി. എന്നാൽ ഇവിടെ സ്ട്രോങ് പ്ലെയർ ആയ നമ്മുടെ ആദിൽ തന്നെ മാനിപ്പുലേറ്റ് ആയിട്ടെന്ന് ഓർക്കുമ്പോൾ തോന്നി കേട്ടോ. നിലവിൽ അനുമോള് തോറ്റാലും ജയിച്ചാലും റീ എൻട്രിയെ കയറി വന്നവർക്ക് എന്താണ് നേട്ടം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയാവോ?